അമീബിക് മസ്തിഷ്ക ജ്വരം പേടിക്കണോ വേണ്ടോ? ശ്രദ്ധിച്ചാൽ സൂക്ഷിച്ചാൽ പേടിക്കേണ്ട ആവശ്യമില്ല. എന്താണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം അഥവാ തലച്ചോറ് തീനി അമീബ എന്നൊക്കെ നമ്മൾ കേൾക്കുന്ന ഈ സാധനം എന്താണ്? 4 അമീബകളാണ് സാധാരണ മനുഷ്യന് അസുഖം വരുത്തുന്ന സാധനങ്ങൾ. എൻഡമീബ, അക്കാന്തമീബ, നെഗിലേരിയ, പിന്നെ ബലമുത്തിയ. ഇതിൽ അത്ര കേട്ടുകേൾവില്ലാത്ത സാധനമാണ് നെഗിലേരിയ ഫൗലേരിയയും നമ്മുടെ ബലമുത്തിയും. ഇതിൽ നെഗിലേരിയ ശുദ്ധജലങ്ങളിലാണ് കാണുന്നത്. ഈ നെഗിലേരിയ ഫൗലേരിയ എന്ന് പറയുന്ന അമീബയാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ, ഈ കോഴിക്കോട് നമ്മൾ കേട്ടുന്ന ആ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയ ആൾ. ഇത് തലച്ചോറിനെ തിന്നു തീർക്കുകയാണ് ചെയ്യുന്നത്. അതുമൂലം മരണം വരെ എത്തുന്ന ഒരവസ്ഥ. അതാണ് ഈ നെഗിലേരിയ ഫൗലേറി മൂലമുണ്ടാവുന്ന അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് വിളിക്കുന്ന തലച്ചോറ് തീനി അമീബ എന്ന് മറ്റൊരു പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു അസുഖം. ഇത് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത് ശുദ്ധജല തടാകങ്ങളിൽ കുളിക്കുക, നദികളിൽ കുളിക്കുക, ക്ലോറിനേറ്റ് ചെയ്യാത്ത സ്വിമ്മിംഗ് പൂളുകളിൽ കുളിക്കുക, അതുമൂലം ഈ വെള്ളം മൂക്കിൽ പ്രവേശിക്കുന്നത് മൂലമാണ് ഈ പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഇത് ഈ അണുക്കളുള്ള വെള്ളം നമ്മൾ കുടിച്ചാൽ മനുഷ്യന് കുഴപ്പമൊന്നും വരില്ല. പക്ഷെ ഇത് മൂക്കിൽ കയറിയാൽ ഇത് മൂക്കിലുള്ള മ്യൂക്കോസയിൽ പറ്റിപ്പിടിക്കുകയും ഇത് അതുവഴി ഓൾഫാക്ടറി നെർവ് വഴി തലച്ചോറിലെത്തുകയും ചെയ്യും. തലച്ചോറിലെത്തി ഈ ഓൾഫാക്ടറി ബൾബ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് തലച്ചോറിൽ. അവയെ ആക്രമിക്കുകയും അതിനെ തിന്നു തീർക്കാൻ തുടങ്ങുകയും ചെയ്യും. അപ്പം മുതലാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ കാണുക. ആദ്യം തന്നെ തലവേദന വരും, മണം പോവും, രുചി പോവും. ഇങ്ങനെയുള്ള ഈ മണവും രുചിയും പോകുന്ന ലക്ഷണം ആദ്യം തന്നെ കാണിക്കാൻ തുടങ്ങും. അതിനുശേഷം ഇത് വീണ്ടും ഉള്ളിലേക്ക് വ്യാപിക്കുകയും കൂടുതൽ കോശങ്ങളെ തലച്ചോറിനെ തിന്നു തീർക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയത്ത് അടുത്ത ലക്ഷണങ്ങൾ കഠിനമായ തലവേദന, പനി, കഴുത്തിന് ഭയങ്കര ഒരു മുറുക്കം, കഴുത്ത് തിരിക്കാനോ അനക്കാനോ ഒന്നും മേലാത്തൊരവസ്ഥ വരിക. ഉചിതമായ സമയത്ത് ചികിത്സ തേടുകയാണെങ്കിൽ മരണനിരക്ക് ഗണ്യമായി കുറയും ഈ ഒരു അസുഖത്തിന്. അപ്പോൾ എല്ലാവരും തലവേദനയും ഛർദിയും ചുമയും കണ്ടതുകൊണ്ട് പേടിക്കേണ്ട ഒരാവശ്യമില്ല. 2 ആഴ്ച മുന്നേ നിങ്ങൾ ഏതെങ്കിലും ഇതുപോലെയുള്ള കുളത്തിൽ ചാടുകയോ സ്വിമ്മിംഗ് പൂളിൽ ചാടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ 2 ആഴ്ചയ്ക്ക് ശേഷമായിരിക്കും സാധാരണ ഒരു 10-14 ദിവസത്തിന് ശേഷം ആ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി ഒരു 10-14 ദിവസത്തിന് ശേഷങ്ങളായിരിക്കും ഈ ഒരു അസുഖ ലക്ഷണങ്ങൾ നിങ്ങളിലേക്ക് എത്തുക. അപ്പോൾ അങ്ങനെ മാത്രം നിങ്ങൾ കോറിലേറ്റ് ചെയ്തതിന് ശേഷം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വൈദ്യസഹായം തേടിയാൽ മതി. അല്ലാതെ ഒരു പനിയും ഛർദിയൊക്കെ വന്നതുകൊണ്ട്, തലവേദനയൊക്കെ വന്നതുകൊണ്ട് ഇത് മസ്തിഷ്ക ജ്വരമായിരിക്കുമെന്ന് കരുതി പേടിക്കേണ്ട ഒരാവശ്യമില്ല. ഇനി ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ പ്രധാന വിഷയം. നേസൽ ക്ലിപ്പ് കിട്ടും നമുക്ക് നീന്താനൊക്കെ പോകുന്നവർക്കായിട്ടല്ല. അത് വാങ്ങിച്ച് വെച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ വെള്ളത്തിൽ ചാടാവൂ. ഇനി ക്ലോറിനേറ്റ് ചെയ്യാത്ത ഒരു സ്വിമ്മിംഗ് പൂളിലും ചാടി കുളിക്കാതിരിക്കുക. വയനാട് പോലെയുള്ള സ്ഥലങ്ങൾ, ഉയർന്ന സ്ഥലങ്ങളാണെങ്കിൽ ഒരു 3 മിനിറ്റ് വെള്ളം തിളപ്പിച്ചതിന് ശേഷം തണുപ്പിച്ച് ഉപയോഗിക്കാം, മോൻ കഴുകാനും മൂക്ക് കഴുകാനും ഒക്കെ. കോഴിക്കോട് പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഒരു മിനിറ്റ് വെട്ടി തിളപ്പിച്ചാൽ മതിയാവും. കാരണം ഈ അമീബ ഉള്ള വെള്ളം കുടിച്ചത് കൊണ്ട് കുഴപ്പമില്ല. ഇത് മൂക്കിൽ കയറി പോകുന്നത് മൂലമാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അത് പ്രത്യേകം ഓർക്കുക.